നമ്മുടെ കയ്യിലുള്ള പണം സുരക്ഷിതമായി സൂക്ഷിക്കാനും അതേസമയം നല്ലൊരു ലാഭത്തോടെ തിരിച്ചു പിടിക്കാനും പറ്റിയൊരു വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ നമ്മുടെ നാട്ടിലെ KSFE ചിട്ടികളെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. പണം വെറുതെ ബാങ്കിൽ ഇട്ടതുകൊണ്ട് മാത്രം ഇക്കാലത്ത് വലിയ കാര്യമില്ല. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഒരു ചിട്ടിയിലൂടെ നിങ്ങൾക്ക് വലിയൊരു തുക സമ്പാദ്യമായി മാറ്റാൻ സാധിക്കും. സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ചിട്ടി എങ്ങനെ മികച്ചൊരു നിക്ഷേപമാക്കി മാറ്റാമെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം. ആദ്യം തന്നെ ചിട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക വീതം ഒരുമിച്ച് കൂട്ടുന്ന രീതിയാണിത്. ഉദാഹരണത്തിന് മാസം 5000 രൂപ വീതം 40 മാസ കാലാവധിയുള്ള ഒരു ചിട്ടിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ചിട്ടിയുടെ ആകെ തുക 2 ലക്ഷം രൂപയായിരിക്കും. ഈ തുക ഓരോ മാസവും ലേലം വിളിച്ചോ അല്ലെങ്കിൽ നറുക്കെടുപ്പിലെയോ ആവശ്യക്കാർക്ക് നൽകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ചിട്ടിത്തുക വിളിച്ചെടുക്കുന്നത് ലാഭകരമാണോ അതോ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നതാണോ ലാഭകരം എന്നാണ്. പലരും ചിന്തിക്കുന്നത് ചിട്ടി ചേർന്നാൽ ഉടൻ തന്നെ അത് വിളിച്ചെടുക്കണം എന്നാണ്. എന്നാൽ നിങ്ങളൊരു നിക്ഷേപകനായിട്ടാണ് ചിട്ടിയെ കാണുന്നതെങ്കിൽ തുടക്കത്തിലെ മാസങ്ങളിൽ ചിട്ടി വിളിച്ചെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിട്ടിയിൽ ഓരോ മാസവും ലേലം നടക്കുമ്പോൾ അത് കുറഞ്ഞ തുകയ്ക്കാണ് ആളുകൾ വിളിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് വിളിക്കുമ്പോൾ ബാക്കി വരുന്ന തുക എല്ലാവർക്കും വീതിച്ചു നൽകും. ഇതിനെയാണ് നമ്മൾ ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ലാഭവിഹിതം കിട്ടുന്നത് വഴി അടുത്ത മാസം നമ്മൾ അടയ്ക്കേണ്ട തുകയിൽ ഒരു കുറവ് വരും. അതായത് 5000 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ 4200 4500 രൂപ മാത്രം അടച്ചാൽ മതിയാകും. ചിട്ടി അവസാനിക്കാറാകുമ്പോൾ ലേലം വിളിക്കാൻ ആളുകൾ കുറവായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ചിട്ടിയുടെ മുഴുവൻ തുകയും ഒന്നിച്ച് കൈപ്പറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് ആകെ അടച്ച തുകയേക്കാൾ കൂടുതൽ തുക കിട്ടുന്നത് ലാഭമായി തിരിച്ചു കിട്ടുന്നത് ഈ രീതിയിലാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വീട് പണിക്കോ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ വലിയൊരു തുക ആവശ്യമുണ്ടെങ്കിൽ ചിട്ടി തുടക്കത്തിൽ തന്നെ വിളിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന തുക മറ്റുയർന്ന പലിശയുള്ള കടങ്ങൾ വീട്ടാൻ ഉപയോഗിച്ചാൽ അത് വലിയൊരു സാമ്പത്തിക ലാഭവുമായി മാറും. ഇനി ചിട്ടി ചേരുമ്പോൾ നമ്മൾ വരുത്തുന്ന ചില സാധാരണ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പലരും തങ്ങളുടെ മാസവരുമാനത്തിന് അനുസരിച്ചല്ലാത്ത വലിയ തുകയുടെ ചിട്ടികളിൽ പോയി ചേരും. ആദ്യത്തെ കുറച്ചു മാസങ്ങൾ കൃത്യമായി അടയ്ക്കുമെങ്കിലും പിന്നീട് അടവ് മുടങ്ങുന്ന അവസ്ഥ വരും. ചിട്ടി തവണകൾ മുടങ്ങിയാൽ നമുക്ക് ലഭിക്കേണ്ട ലാഭവിഹിതം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല പിഴ പലിശ കൂടി നൽകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ മാസവരുമാനത്തിൽ നിന്ന് ബുദ്ധിമുട്ടില്ലാതെ മാറ്റിവെക്കാൻ പറ്റുന്ന തുകയുടെ ചിട്ടി മാത്രം തിരഞ്ഞെടുക്കുക. മറ്റൊരു പ്രധാന കാര്യം, ചിട്ടി വിളിച്ചെടുത്ത ശേഷം തുക കൈപ്പറ്റാൻ കൃത്യമായി ജാമ്യം നൽകേണ്ടതുണ്ട് എന്നതാണ്. ശമ്പള സർട്ടിഫിക്കറ്റ്, സ്വർണം, ബാങ്ക് സ്ഥിര നിക്ഷേപ രേഖകൾ അല്ലെങ്കിൽ ഭൂമിയുടെ ആധാരം എന്നിവയാണ് സാധാരണയായി ജാമ്യമായി സ്വീകരിക്കുന്നത്. ചിട്ടി വിളിക്കുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ രേഖകൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ പണം കയ്യിൽ കിട്ടാൻ വൈകുകയും അത് ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുകയും ചെയ്യും. KSFE ചിട്ടികൾക്ക് പൂർണ്ണമായും സർക്കാർ സുരക്ഷയുള്ളത് കൊണ്ട് നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകുമെന്ന പേടി വേണ്ട. എങ്കിലും നിലവിലെ നിയമങ്ങളും ചിട്ടി വ്യവസ്ഥകളും സമയപരിധികളും ഒക്കെ ഓരോ വർഷവും മാറാറുണ്ട്. അതിനാൽ ചിട്ടിയിൽ ചേരുന്നതിന് മുൻപായി നിങ്ങളുടെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിച്ച് കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ, കൃത്യമായ അച്ചടക്കത്തോടെ പണം സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു മാർഗമാണ് ചിട്ടികൾ. കൃത്യസമയത്ത് തവണകൾ അടയ്ക്കുകയും മികച്ച രീതിയിൽ ലേലം ഉറപ്പിക്കുകയും ചെയ്താൽ ചിട്ടിയിലൂടെ നിങ്ങളുടെ സാമ്പത്തികം സുരക്ഷിതമാക്കാം.